കരച്ചല് വരുന്നുണ്ടോ സംശയമുണ്ട് ആശയ്ക്ക്. ഹായ് പ്രിയപ്പെട്ടവരെ, സിസ്പ്രോസ് മീഡിയാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. കിട്ടുമോ ഇല്ലെന്നൊന്നും അറിയില്ല. വിവേക് അതിവിദഗ്ധമായിട്ട് എന്തെല്ലോ പണിയൊപ്പിക്കുന്നുണ്ട്. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഓക്കെ. ഇന്നലെ ഒരു വന്നിനായിരുന്നു. എന്നിട്ട് വലുതാ ഈ ബക്കറ്റും കൊണ്ടാണ് വന്നത്. എന്നിട്ട് അതിൻ്റെ അന്ന് ഒന്നിനെ കിട്ടിയ പോലും. ഇതിനെക്കാട്ടും വലുതാ ഈ നമ്മളെ സ്കൂളിൻ്റെ കുറച്ച് ഇപ്പുറത്താണ്. പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്തെല്ലാം നമ്മളിവിടെ വരുത്തുണ്ടായിരുന്നു. കോട്ടയും കോട്ടലെടുത്ത് സെറ്റായിട്ട് വന്നിനി. മഴ പെയ്യുന്നതുകൊണ്ട് എല്ലാവരും കോട്ടലിട്ട് സെറ്റായിട്ടുണ്ട്. കൃഷ്ണ പിന്നെ കോട്ടൊന്നും എടുക്കാത്തതുകൊണ്ട് കൊടയെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവയെ അതിവിദഗ്ധമായിട്ട് നോക്കുന്നുണ്ട്. മാളത്തിൽ ഞണ്ട് മിക്കവാറും ഇവയെ പറ്റിക്കുന്ന സാധ്യതയാണ് കാണുന്നത്. കൃഷ്ണ ചൂണ്ടയെല്ലാം എടുത്തിട്ട് പോയി നീ മീനെ പിടിക്കാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കയ്യും വീശിട്ടാണ് വരുന്നത്. അതുണ്ട് വെട്ടനായി. ഇതേതാ നായി എന്നൊന്നും അറിയില്ല. ഇങ്ങോട്ടേക്കെല്ലാം വരുന്നുണ്ട്. ഹായ് ബൗ 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 ബൗ. നല്ലൊരു മെരുക്കുള്ള നായിയാണ്. പിടിച്ച് കടിച്ചേക്കല്ലേ തമാശക്കൊന്നും. ഹായ്, എന്തെല്ലാന്ന് വിശേഷം? ജിഷ്ണേൻ്റെ അഭ്യാസമുണ്ട്. ഇപ്പോൾ ജിഷ്ണ അത് ചൂണ്ടിയെല്ലാം അങ്ങ് താത്ത് പോയിട്ടുണ്ട്. ഞണ്ടിനെ കിട്ടും, ഓള് പിടിച്ചാലേ ഞണ്ടിനെ കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് ഡയലോഗെല്ലാം ഇട്ടിട്ട് ചൂണ്ട അങ്ങോട്ട് ഇട്ടതാണ്. അതിലേക്ക് വിവേകിൻ്റെ ചെരുപ്പം കൊലിച്ചു പോയി. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവിടെ കുടുങ്ങിയോണ്ട് താഴോട്ടേക്ക് പോയില്ല. ശരി, അങ്ങ് ചാടി കൊടുക്കുന്നുണ്ട് ചൂണ്ട. വിവ പരമാവധി നോക്കുന്നുണ്ട്. എന്നാ വിവേ പാലത്തിൻ്റെ അടി പൊട്ടിയത് പിടിക്കാൻ വേണ്ടി പറയുന്നത്. ആൾക്കാരെല്ലാം പോകുന്നൊരു പൊതുവഴിയായത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കല്ലെല്ലാം മൊത്തം ഇളകിയിട്ടാണുള്ളത്. ഏത് നിമിഷവും മൊത്തം തകർന്നടിയാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയോ ഒഴുക്കാണ് വെള്ളത്തിനുള്ളത്. അപ്പോൾ ഇനിയും രീതിയിൽ പെയ്താൽ ഇനിയും വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടും. മൊത്തം ഇളകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇടിഞ്ഞിടിഞ്ഞ് ഉള്ള കല്ലും കൂടി അങ്ങ് പോയാൽ പിന്നെ മൊത്തം മണ്ണാണ്, കരയാണ്. കരിയും കൂടി ഇടിഞ്ഞാൽ സ്ലേവ് അങ്ങ് താലവും. ഒന്നാമത് ഇതിൻ്റെ അടിഭാഗത്ത് വന്നാലേ കൃത്യമായിട്ട് രീതിയിൽ മനസ്സിലാവുന്നില്ലോ. മേലെ നോക്കുമ്പോൾ നല്ലൊരു പാലം. അതുകൊണ്ട് തന്നെ ആരും ഇതിൻ്റെ അടിഭാഗത്തെ ഇത്രയും ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നില്ല, കാണുന്നില്ല. മാമനിപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോക്കാന്ന് തോട്ടിൽ കീയലാന്ന്. നല്ല ഒലിപ്പുണ്ട് പോലും. മാമൻ ഒന്നിക്കലും വീണ് പോകും, എന്തെങ്കിലും ആയിട്ട് ഇവിടെ ഒന്ന് നടക്കും. മാമനിപ്പോ അതാ ജിഷ്ണപ്പ ഇറങ്ങാൻ വേണ്ടി പോക്കാന്ന് വെള്ളത്തിൽ. ഹായ്, ആശയ്ക്ക് ഭയങ്കര വിഷമാവൂലു. കരച്ചല് വരുന്നുണ്ടോ സംശയമുണ്ട് ആശയ്ക്ക്. മാവൻ അന്നത്തെ പോലെ എന്തെല്ലോ സാഹസികാക്കാൻ വേണ്ടി പോക്കാ. മറ്റേ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്ക ഉള്ള പോലെ. ആളൊന്നുമില്ല. ഒരു ചെറിയ ഞണ്ട് അടിയുണ്ട് എന്നെ ചൂണ്ട താത്തുണ്ട് ജിഷ്ണ. അങ്ങനെ ജിഷ്ണക്ക് ഒരു ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ആ മാവൻ വിടറാ.
അയ്യോ അത് ഓടി രക്ഷപ്പെടാൻ നോക്കീനി. ഇല്ല ഇത് വളരെ ചെറുതാന്ന് സാധനം. അങ്ങനെ നമുക്ക് ഒരു ഞണ്ടെങ്കിലും കിട്ടി എന്ന് ആശ്വസിക്കാം. വൈഷ്ണവ് തോട്ടിലേക്ക് ഇറങ്ങേണ്ട പരിപാടിയാണ്. നല്ല ഒഴുക്കുണ്ട്. കുറേ സമയമായി നമ്മളിവിടെ നിൽക്കുന്നു, പക്ഷേ ഇതുവരെ ഒറ്റ ഞണ്ട് പോലും നമ്മളെ അടുത്തേക്ക് വന്നിട്ടില്ല. അപ്പുറത്തെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. നമ്മൾ അക്കരക്കൊക്കെ ഇങ്ങനെ കടന്നു പോക്കാന്ന്. ഭയങ്കര ഒഴുക്കുണ്ട്. എന്താകുമോ എന്തോ. ഫോണെല്ലാം താഴെ വീണിട്ട് ഇനി മൊത്തത്തിൽ പോക്കാവുന്നൊന്നും പറയാൻ കഴിയില്ല. അവരെല്ലാം അങ്ങെത്തി. ഞാനെങ്ങനെയല്ലോ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ പോക്കാന്ന്. ജിഷ്ണ മേലെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ആ മാം വീഴുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണെന്നാണ് പറഞ്ഞത്. പരീക്ഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് വിവേക്. വെള്ളത്തിന് കരക്കേറി കരക്കുന്നതിന് ഞണ്ടിനെ ചൂണ്ടയെറിഞ്ഞ് വീഴ്ത്താൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞണ്ട് വേട്ടക്കാർ തിരിച്ച് വീട്ടിലേക്ക് പോക്കായി. ആ ശരി, വീട്ടിലേക്കല്ല അടുത്ത സ്ഥലത്തേക്ക് പോക്കായി. ഞാൻ ക്യാമറ നോക്കി നടന്നാൽ കുറച്ച് ചളിയിൽ പോവും. ഇല്ല ചളിക്കണ്ടം ഇല്ല വയലായത്. ഇപ്പൊ കൃഷിയൊന്നുമില്ല, മഴയെല്ലാം പോയി. ഇപ്പം വെയിൽ വന്നിട്ടുണ്ട്. ഒരങ്ങ് നടന്ന് അങ്ങോട്ടേക്ക് പോക്കാന്ന്. ഇത് വേറെ ചെറിയൊരു കുളം കണ്ടിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ജിഷ്ണ അടിപൊളി കണ്ണടയെല്ലാം വെച്ചിട്ട് അത്. അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടില്ലത്. ഇത് നമ്മളെ മുറുക്ക് വൈബ്സിൻ്റെ വീഡിയോ എടുക്കുന്ന ലൊക്കേഷൻ. നമ്മൾ വേറൊരു തോട്ടംകാർക്കൊക്കെ ഇങ്ങനെ പോക്കാന്ന്. ഇത് നമ്മളെ മുറുക്ക് വൈബ്സിൻ്റെ ലൊക്കേഷൻ, വേറൊരു ലൊക്കേഷൻ. ഇതൊരു മരത്തിൻ്റെ കൊമ്പ് പൊട്ടി വീണിട്ടാണുണ്ട്. വലിയ കൊമ്പാന്ന്. ആ ഒരു മാവിൻ്റെ കൊമ്പാന്ന് പൊട്ടി വീണത്. മരം അതിൻ്റെ ഒന്നിച്ചൊരു കവുങ്ങെല്ലാം പൊട്ടി വീണിട്ടുണ്ട് മരത്തിൻ്റെ കൊമ്പ് പൊട്ടുമ്പോൾ. അവിടെ ചേറുമാരുണ്ടായിരുന്നു. അത് ജിഷ്ണ തൊട്ട് ചാകെ ജിഷ്ണ ടെൻഷനായിട്ടാന്നുള്ളേ. ചൊറിയോന്ന് മേടിച്ചിട്ടാണ് വരുന്നത്. ആശി അതിലർക്ക് ചളിയിൽ കാലുകൊണ്ട് കുത്തി. വൈഷ്ണവ് അത് കഴുകി വൃത്തിയാക്കലാന്ന്. അങ്ങനെ ഞണ്ട് വേട്ടക്കാർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കാഴ്ച നിങ്ങളിപ്പോൾ കാണുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞണ്ട് വേട്ടക്ക് വന്നിട്ട് ചമ്മിപ്പോന്ന ഒരു 5 ആളെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആകെ കിട്ടിയൊരു കുഞ്ഞു ഞണ്ട്. അപ്പോൾ ടാറ്റ.